ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഏവർക്കും നമസ്കാരം. ആരണ്യകാണ്ഡം മുനിമണ്ഡല സമാഗമം. ദണ്ഡകാരണ്യതലവാസികളായ മുനിമണ്ഡലം ദാശരഥി വന്നതു കേട്ടു ചണ്ഡദീധിതി കുലജാതനാം ജഗന്നാഥൻ പുണ്ടരീകാക്ഷൻ തന്നെ കൺമാനായി വന്നിടിനാർ. രാമലക്ഷ്മണന്മാരും ജാനകീദേവിതാനും മാമുനിമാരെ വീണു നമസ്കാരവും ചെയ്താർ. താപസന്മാരും ആശീർവാദം ചെയ്തവർകളോടാഭോഗാനന്ദം വിവശന്മാരായരുൾ ചെയ്താർ. നിന്നുടെ തത്വം ഞങ്ങൾ ഇങ്ങറിഞ്ഞിരിക്കുന്നു. വന്നഗോത്തമതൽപേ പള്ളി കൊള്ളുന്ന ഭവാൻ ധാതാവർദ്ധിക്കമൂലം ഭൂഭാരം കളവാനായി ജാതനായതു ഭുവി മർത്താണ്ഡകുലത്തിങ്കൽ. ലക്ഷ്മണനാകുന്നതു ശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ. ഭരതശത്രുഘ്നന്മാർ ശംഖചക്രങ്ങൾ അഭിഷേക വിഘ്നാദികളും സങ്കടം ഞങ്ങൾക്കു തീർത്തിടുവാനെന്നു നൂനം. നാനാതാപസകുലസേവിതാശ്രമസ്ഥലം കാനനം കൺമാനാശു നീ കൂടെ പോന്നിടണം. ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മാനസേ കാരുണ്യമുണ്ടായി വരുമല്ലോ കണ്ടാൽ എന്നരുൾ ചെയ്തു മുനിശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവർ ഓരോരോ മുനിപർണശാലകൾ കണ്ടാർ. അന്നേരം തലയോടും എല്ലുകളെല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ടു. രാഘവൻ ചോദ്യം ചെയ്താൻ. മർത്യമസ്തകങ്ങളും അസ്ഥിക്കൂട്ടവുമെല്ലാം അത്രൈവ മൂലമെന്തൊന്നിത്രയുണ്ടാവാനഹോ. തദ്വാക്യം കേട്ടു ചെന്നാർ താപസജനം. രാമഭദ്ര നീ കേൾക്ക. മുനിസത്തമന്മാരെ കൊന്നു നിർദ്ദയം രക്ഷോഗണം ഭക്ഷിക്ക നിമിത്തമായി ഇദ്ദേശം അസ്ഥിവ്യാപ്തമായി ചമഞ്ഞിതു നാഥ. ശ്രുത്വാ വൃത്താന്തമിത്തം കാരുണ്യപരവശചിത്തനായോരു പുരുഷോത്തമനരുൾ ചെയ്തു. നിഷ്ഠൂരതരമായ ദുഷ്ടരാക്ഷസകുലമൊട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിയിടുവൻ ഞാൻ. ഇഷ്ടാനുരൂപം തപോനിഷ്ഠയാ വസിക്ക സന്തുഷ്ട്യാ താപസകുലമഷ്ടിയും ചെയ്തു നിത്യം. സത്യവിക്രമനിധി സത്യവും ചെയ്തു തത്ര നിത്യസമ്പൂജ്യമാനായി വനവാസികളാൽ തത്രൈവ മുനിസത്തമാശ്രമങ്ങളിൽ പൃഥ്വീനന്ദിനിയോടും അനുജനോടും കൂടി സത്സംസർഗാനന്ദേന വസിച്ചു കഴിഞ്ഞിതു വത്സരം ത്രയോദശം അക്കാലം കാണായി വന്നു. സുധീഷ്ണാശ്രമ പ്രവേശം. വിഖ്യാതമായ സുധീഷ്ണാശ്രമം മനോഹരം മുഖ്യ താപസകുല ശിഷ്യ സഞ്ജയപൂർണം സർവർത്തൂ ഗുണഗണാസമ്പന്നമനുപമം സർവകാലാനന്ദദാനോദയമത്യത്ഭുതം. സർവപാദബലതാ ഗുൽമസംകുലം സ്ഥലം സർവസൽപക്ഷിമൃഗ ഭുജംഗനിഷേവിതം. രാഘവൻ അവരജൻ തന്നോടും സീതയോടും ആഗതനായി ഇതെന്നു കേട്ടൊരു മുനിശ്രേഷ്ഠൻ. കുംഭസംഭവനാം അഗസ്ത്യ ശിഷ്യോത്തമൻ സംപ്രീതൻ രാമമന്ത്രോപാസനാരദൻ മുനി സംഭ്രമത്തോടു ചെന്നു കൂട്ടിക്കൊണ്ടിങ്ങു പോന്നു. സംഭൂയിച്ചരുളിനാൻ അർഘ്യപാദ്യാദികളാൽ ഭക്തി പൂണ്ട് അശ്രുജലനേത്രനായി സഗദ്ഗതം ഭക്തവത്സലനായ രാഘവനോട് ചൊന്നാൻ. നിന്തിരുവടിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിച്ചു ഞാൻ മൽഗുരു നിയോഗത്താൽ. ബ്രഹ്മശങ്കരമുഖവന്യമാം പാദമല്ലോ നിൻ മഹാമായാദർപ്പണം മായാർണവം കടപ്പാനൊരു ബോധം. ആദ്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ. വേദ്യമല്ലൊരു താളും ആരാലും ഭവത്തത്വം.
ത്വദ്ഭക്ത ഭൃത്യനായിടണം ഞാൻ, ത്വൽപാദാംബുജം നിത്യം ഉൾക്കാമ്പിലുദിക്കണം. പുത്രഭാര്യാർത്ഥ നിലയാന്തകൂപത്തിൽ വീണു ബദ്ധനായി മുഴുകിയിടുവെന്നെ നിന്തിരുവടി. ഭക്തവാത്സല്യ കരുണാ കടാക്ഷങ്ങൾ തന്നാൽ ഉദ്ധരിച്ചിടേണമേ സത്വരം ദയാനിധേ. മൂത്രമാംസാമേധ്യാന്ധ്ര ഉൽഗലപിണ്ഡമാകും ഗാത്രം ഓർത്തോളം അതികശ്മലം അതിങ്കലുള്ള സ്ഥയാം. മഹാമോഹപാശബന്ധവും ഛേദിച്ച ആർത്തിനാശനാ ഭവാൻ വാഴുകനുള്ളിൽ നിത്യം. സർവഭൂതങ്ങളുടെ ഉള്ളിൽ വാണിയിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലമെന്നാകിലും ത്വന്മന്ത്രജപ രഥന്മാരായ ജനങ്ങളെ ത്വന്മഹാമായാദേവി ബന്ധിച്ചിടുകയില്ല. ത്വന്മന്ത്രജപ വിമുഖന്മാരാം ജനങ്ങളെ ത്വന്മഹാമായാദേവി ബന്ധിപ്പിച്ചിടുന്നതും സേവാനുരൂപ ഫലദാനതൽപരൻ ഭവൻ. ദേവപാദപങ്ങളെപ്പോലെ വിശ്വേശ്വര പോറ്റി. വിശ്വസംഹാര സൃഷ്ടിസ്ഥിതികൾ ചെയ്യുവാനായി വിശ്വമോഹിനിയായ മായതൻ ഗുണങ്ങളാൽ രുദ്രപങ്കജ ഭാവ വിഷ്ണുരൂപങ്ങളായി ചിദ്രൂപനായ ഭവൻ വഴുന്നു മോഹാത്മനാം. നാനാരൂപങ്ങളായി തോന്നുന്നു ലോകത്തിങ്കൽ ഭാനുമാൻ ജലം പ്രതി വേറെ കാണും പോലെ. ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ നിത്യം എങ്ങനെ അറിഞ്ഞു ഞാൻ ഉപാസിപ്പൂ ഞാൻ ദയാനിധേ. അദ്യൈവ ഭവചരണാംബുജയുഗം മമ പ്രത്യക്ഷമായി വന്നിതു മൽ തപോബലവശാൽ. ത്വന്മന്ത്രജപ വിശുദ്ധാത്മനാം പ്രസാദിക്കും നിർമ്മലനായ ഭവാൻ. ചിന്മയനെന്നാകിലും സന്മയമായി പരബ്രഹ്മമായ രൂപമായി കർമ്മണാം അഗോചരമായൊരു ഭവദ്രൂപം. ത്വന്മായാ വിഡംബനരചിതവും മാനുഷ്യകം മന്മഥകോടി കോടി സുഭഗം ഗമനീയം. കാരുണ്യപൂർണനേത്രം കാർമുക ബാണധരം സ്മേരസുന്ദരമുഖം അജിനാംബരധരം. സീതാസംയുതം സുമിത്രാത്മജനിഷേവിത പാദപങ്കജം നീലനീരതകളേബരം കോമളമതിശാന്തം അനന്തഗുണമഭിരാമമാത്മാരാമമാനന്ദസമ്പൂർണാമൃതം. പ്രത്യക്ഷം അദ്യ മമ നേത്രഗോചരമായോരി തിരുമേനി നിത്യം ചിത്തേ വാഴുക വേണം. മുറ്റിയിടും ഭക്ത്യാ നാമമുച്ചരിക്കായിടണം മറ്റൊരു വരം അപേക്ഷിക്കുന്നേനില്ല പോറ്റി. വന്നിച്ചു കൂപ്പിസ്തുതിച്ചിടിന മുനിയോടു മന്ദഹാസവും പൂണ്ടു രാഘവൻ അരുൾ ചെയ്തു. നിത്യവും ഉപാസനാശുദ്ധമായിരിപ്പോരു ചിത്തം ഞാൻ അറിഞ്ഞത്രേ കാൺമാനായി വന്നു മുനെ. സന്തതമെന്നെ തന്നെ ശരണം പ്രാപിച്ചു മന്മന്ത്രോപാസകന്മാരായി നിരപേക്ഷന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്കെന്നെ നിത്യം ചിന്തിച്ച വണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ. ത്വൽകൃതമേതൽ സ്തോത്രം മൽപ്രിയം പഠിച്ചിടും സൽകൃതി പ്രവരനാം മർത്യന് വിശേഷിച്ചും സദ്ഭക്തി ഭവിച്ചിടും ബ്രഹ്മജ്ഞാനവും ഉണ്ടാം അല്പവും അതിനില്ല സംശയം നിരൂപിച്ചാൽ. താപസോത്തമ ഭവാനെന്നെ സേവിക്കമൂലം പ്രാപിക്കുമല്ലോ മമ സായുജ്യം ദേഹനാശേ. ഉണ്ടൊരാഗ്രഹം തവ ആചാര്യനാം അഗസ്ത്യനെ കണ്ടു വന്നിച്ചു കൊള്ളുവാൻ. എന്തതിനാവതിപ്പോൾ തത്രൈവ കിഞ്ചിൽ കാലം വാസ്തുമുണ്ടത്യാഗ്രഹം എത്രയുമുണ്ട് അടുത്തു അതും അഗസ്ത്യാശ്രമം മുനേ. ഇത്തം രാമോക്തി കേട്ടു ചൊല്ലിനാൻ സുധീഷ്ണനും. ആസ്തുതേ ഭദ്രം അതോ തോന്നിയതതിന്നു ഞാൻ കാട്ടുവേനല്ലോ വഴി കൂടെ പോതടുത്ത നാൾ. വാട്ടമെന്നിയേ വസിക്കേണം ഇന്നിവിടെ നാം. ഒട്ടുനാളുണ്ടു ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ. പുഷ്ടമോദത്തോടൊക്കെ തക്ക പോയി കാണാമല്ലോ.
യുദ്ധമാനന്ദം പൂണ്ടു രാത്രിയും കഴിഞ്ഞപ്പോൾ ഉത്ഥാനം ചെയ്തു സന്ധ്യാവന്ദനം കൃത്വാ ശീഘ്രം പ്രേതനാം മുനിയോടും ജാനകീ ദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാഹ്നേ പോയി ചെന്നിതു രാമൻ അഗസ്ത്യാനുജാശ്രമേ ജവം വന്നു സൽക്കാരം ചെയ്താൻ അഗസ്ത്യ സഹജനും വന്യഭോജനവും ചെയ്തന്നവരെല്ലാവരും അന്യോന്യ സല്ലാപവും ചെയ്തിരുന്നോരു ശേഷം അഗസ്ത്യ സന്ദർശനം. ഭാനുമാനുദിച്ചപ്പോൾ അർഘ്യവും നൽകി മഹാകാനനമാർഗേ നടകൊണ്ടിതു മന്ദം മന്ദം സർവർത്തു ഫല കുസുമാഢ്യപാദബലതാ സംവൃതം നാനാമൃഗ സഞ്ജയ നിഷേവിതം നാനാപക്ഷികൾ നാദം കൊണ്ട് അതിമനോഹരം ഗാനനം ജാതിവൈരരഹിത ജന്തുപൂർണം നന്ദന സമാനം ആനന്ദദാനാഢ്യം മുനിനന്ദനവേദധ്വനി പണ്ഡിത അനുപമം ബ്രഹ്മർഷി പ്രവരന്മാർ അമരമുനികളും സമോദം കൊണ്ടുവാഴും മന്ദിര നികുരങ്ങൾ സംഖ്യയില്ലാതോളമുണ്ട് ഓരോരോ തരം നല്ല സംഖ്യാവസ്തുക്കളുണ്ട് അറ്റമില്ലാത്ത വണ്ണം ബ്രഹ്മലോകവും ഇതിനോടു നേരല്ലെന്നത്രേ ബ്രഹ്മജ്ഞന്മാരായുള്ളോർ ചൊല്ലുന്നു കാണുന്തോറും ആശ്ചര്യമോരോന്നിവ കണ്ടുകൊണ്ടവരും ചെന്നാശ്രമത്തിനു പുറത്തെടുത്തു ശുഭദേശേ വിശ്രമിച്ചനന്തരമരുളി ചെയ്തു രാമൻ വിശ്രുതനായ സുധീഷ്ണൻ തന്നോടിനി ഇപ്പോൾ വേഗേന ചെന്നു ഭവാൻ അഗസ്ത്യമുനീന്ദ്രനോടാഗതനായോരെന്നെ അങ്ങുണർത്തിച്ചിടണം ജാനകിയോടും ഭ്രാതാവായ ലക്ഷ്മണനോടും കാനനദ്വാരേ വസിച്ചിടുന്നേതുപാശ്രമം ശ്രുത്വാ രാമോക്തം സുധീഷ്ണ മഹാപ്രസാദമിത്യുക്ത്വാ സത്വരം ഗത്വാചാര്യമന്ദിരം മുദാ നത്വാ തം ഗുരുവരാമഗസ്ത്യം മുനികുലസത്തമം രഘുത്തമഭക്തസഞ്ജയവൃതം രാമമന്ത്രാർത്ഥവ്യാഖ്യാതൽപരം ശിഷ്യന്മാർക്കായി കാമതമഗസ്ത്യമാത്മാരാമം മുനീശ്വരം ആരൂഢവിനയം കൊണ്ടാനവക്ത്രത്തോടും അറാൽ വീണുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ. രാമനാം ദാശരഥി സോദരനോടും നിജഭാമിനിയോടുമുണ്ടി ഇങ്ങാഗതനായിട്ടിപ്പോൾ നിൽക്കുന്നു പുറത്തു ഭാഗത്തു കാരുണ്യാബ്ധേ നിൻ തൃക്കഴലിണ കണ്ടു വന്നിപ്പോൻ ഭക്തിയോടെ. മുൻപേ തന്നകക്കാമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ പുനരെങ്കിലും അരുൾ ചെയ്താൻ ഭദ്രം തേ രഘുനാഥ മാനയ ക്ഷിപ്രം രാമഭദ്രം മേ ഹൃദി സ്ഥിതം ഭക്തവത്സലം ദേവം പാർത്തിരുന്നിടുന്നു ഞാൻ എത്ര നാളുണ്ടു കാൺമാൻ പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമരൂപം രാമരാമേതി രാമമന്ത്രവും ജപിച്ചതികോമളം കാളമേഘശ്യാമളം നളിനാക്ഷം ഇത്യുക്ത്വാ സരഭസമുത്ഥായ മുനിപ്രവരോത്തവൻ മധ്യേ ചിത്തമത്യന്തഭക്ത്യാ മുനിസത്തമരോടും നിജ ശിഷ്യ സഞ്ജയത്തോടും ഗത്വാ ശ്രീരാമചന്ദ്രവക്ത്രം വാർത്തരുൾ ചെയ്താൻ ഭദ്രം തേ നിരന്തരമസ്തു സന്തതം രാമഭദ്രം മേ ദൃഷ്ട്വാ ചിരമധ്യൈവ സമാഗമം യോഗ്യനായിരിപ്പോരിഷ്ട അതിഥിബലാൽ മമ ഭാഗ്യപൂർണത്വേന സംപ്രാപ്തനായിതു ഭവാൻ അഭ്യവാസരം മമ സഫലമത്രയല്ല താപസാഫല്യവും വന്നിതു ജഗൽപതേ. കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ താനും തമ്പിയും വൈദേഹിയും സംഭ്രമസമന്വിതം കുമ്പിട്ടു ഭക്ത്യാ ദണ്ഡ നമസ്കാരം ചെയ്തപ്പോൾ കുംഭജന്മാവും എഴുന്നേൽപ്പിച്ചു ശീഘ്രം ഗാഠവാസേഷവും ചെയ്തു പരമാനന്ദത്തോടും ഗൂഢവാദീശാംശജനായ ലക്ഷ്മണനെയും ഗാത്രസ്പർശന പരമാഹ്ലാദ സ്രവന്നേത്രകീലാലു ആകുലനായ താപസവരൻ ഏകേന കരേന സംഗൃഹ്യ രോമാഞ്ജന്യതം
രാഘവനുടെ കരപങ്കജമതിദ്രുതം സ്വാശ്രമം ജഗാമ ഹൃഷ്ടാത്മാന മുനിശ്രേഷ്ഠന്ന ആശ്രിത ജനപ്രിയനായ വിശ്വേശ്വരം രാമം പാദ്യാർഘ്യാസന മധുവർക്ക ആമുഖ്യങ്ങളുമായി പാദ്യവ സമ്പൂജ്യ സുഖമായും ഉപവിഷ്ടം നാഥം വന്യഭോജ്യങ്ങൾ കൊണ്ടു സാദരം ഭുജിപ്പിച്ചു ധന്യനാം തപോധനൻ ഏകാന്തേ ചൊല്ലിയിടിനാൻ.